ഒരു മിഥുൻ മാനുവൽ തോമസ് പടം തന്നെ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതെ അതല്ല മിഥുൻ മാനുവലിന് നമ്മൾ എന്തോ പ്രതീക്ഷിക്കുന്ന അത് സീറ്റഡ് ത്രില്ലറാണ്. പിന്നെ ക്യൂരിയോസിറ്റിയാണ്, നമ്മൾ ഇപ്പോൾ അടുത്ത എന്താണെന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണ്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ജയറാമേട്ടൻ്റെ പെർഫോമൻസാണ്. ഇതുവരെ ഈ ഒരു ഷെയ്ഡിൽ ആരും കണ്ടു കാണത്തില്ല പുള്ളിയുടെ ആ ഒരു വോയിസ് മോഡുലേഷനും ഡയലോഗ് ഡെലിവറിയും മാനറിസവും ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ പറയാനുള്ള കാര്യം അറിയാമല്ലോ, ഒരു പരസ്യമുള്ളൊരു രഹസ്യമാണ്, ഒരു ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് തന്നെയായിരുന്നു. കാരണം തിയേറ്ററിലൊരു ഗൂസ് ബംസ് ഉണ്ടാക്കിയെടുത്തൊരു സീനായിരുന്നു. കാരണം ആ സീനാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് തിയേറ്ററിൽ ഉണ്ടാക്കിയത്. കാരണം സൈലൻ്റായ തിയേറ്ററിനെ വയലൻ്റ് ആക്കിയൊരു നിമിഷമായിരുന്നു അത്. പിന്നെ നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ട പിന്നെ പുള്ളിയുടെ ആ വോയിസ് മോഡുലേഷൻ, ഡയലോഗ് ഡെലിവറി, പിന്നെ ഇമോഷണൽ ഡ്രാമയാണ്, ഇത് ത്രില്ലറാണ്. അപ്പം ഇമോഷൻ വളരെ ഇതാക്കി വെച്ചിട്ടില്ല, അത്യാവശ്യം അതിന് സ്പേസ് കൊടുത്ത് വളരെ ഇമോഷണൽ ആകുമ്പോൾ കുറച്ച് ലാഗ് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ എല്ലാം നല്ല ഇതായിട്ട് മാനേജ് ചെയ്ത് നല്ല പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതിനാണ്. പിന്നെ BGMൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. BGM നന്നായിട്ടുണ്ട്. കാരണം നമുക്കും ഒരു എനർജി തരുന്നൊരു ഫീലാണ് ഉണ്ടായിരുന്നത് ഉടനീളം തിയേറ്ററിൽ. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് എന്താണ് പുള്ളിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് അതിൻ്റെ ഇരട്ടി ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. ഷുവർ. കാരണം ഈ 2024 ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ഉറപ്പിച്ചിരിക്കുന്നു. കാരണം ആ ധൈര്യത്തോടെ തന്നെയാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. തിരിച്ചു വന്നു, സൂപ്പർ, നല്ലൊരു തിരിച്ചു വരവ്, അടിപൊളി. ഇതിൻ്റെ ഒരു ഡയറക്ഷനൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. മമ്മൂട്ടി ഒട്ടും പ്രതീക്ഷിക്കാത്ത ലെവലിൽ തിരിച്ചു വന്നു. ഒരു ഹിസ്റ്റൊന്നും പറയുന്നില്ല, പക്ഷെ കാണേണ്ടതാണ്. നന്നായിരിക്കുന്നു, എല്ലാവരും കാണേണ്ട ഒരു ഫിലിമാണ്. സൂപ്പർ. നല്ല മൂവി, നല്ല കാണേണ്ട. അതായത് ഫ്രണ്ട് പറഞ്ഞ പോലെ തന്നെ ജയറാമിൻ്റെ ഒരു നല്ലൊരു തിരിച്ചുവരവ് തന്നെ. എല്ലാം കൊണ്ട് നമുക്കൊരു കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയൊരു മൂവി തന്നെ. നല്ലൊരു മൂവി, കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ് ജയറാമിൻ്റെ. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ജയറാമിൻ്റെ ഒരു മാനസമാണ് നമ്മൾ ഇതിനകത്ത് കണ്ടത്. നമ്മൾ പഴയ മൂവിയിലെല്ലാം കണ്ടതിനേക്കാളും നല്ല ഒരു എന്താ പറയുക, ഒരു അടിപൊളി ഒരു മൂവി. നല്ല നടത്തത്തിൽ ഒരു മാറ്റമുണ്ട്. അതായത് നമ്മൾ ആദ്യം കാണുന്നതല്ല, രണ്ടാമത് പിന്നെ ഒരു 3 വർഷത്തിൻ്റെ ആ ഒരു ഗ്യാപ്പ് കാണിക്കുമ്പോൾ ആ പുള്ളിയുടെ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു പെട്ടെന്ന് നല്ല അടിപൊളി മൂവി. എബ്രഹാം ഓസ്ലർ 2, വി ആർ എക്സ്പെക്ടിങ് ഫോർ ദാറ്റ്. സെക്കൻഡ് ഹാഫ് സൂപ്പറാണ്. ക്യാമിയോ റോൾ എന്ന് പറയാൻ ഒക്കത്തില്ല. സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ് മമ്മൂക്ക നിറഞ്ഞിരിക്കുകയാണ്, തകർക്കുകയാണ്. മാത്രമല്ല ഇതൊരു പ്രത്യേകതര ഒരു ക്രൈം ത്രില്ലറാണ്. സാധാരണ നമ്മൾ കണ്ട് വന്ന രീതിയിലുള്ളതല്ല. പിന്നെ ഒരു ഇമോഷണൽ ഡ്രാമ എന്ന് പറയുന്നത് വളരെ എല്ലാവരുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. കറക്റ്റായിട്ട് പക്കായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇല്ല അതുമായിട്ട് യാതൊരു സാമ്യവും ഉള്ളതല്ല. ഒരുപാട് ട്വിസ്റ്റും ടേണും ഒക്കെ ഉള്ള പടമാണ്. മമ്മൂക്കയുടെ എൻട്രിയാണ് തകർത്ത് വാരിയിരിക്കുന്നത്. സൂപ്പർ പടം.